ബുർജ് ഖലീഫയെക്കാട്ടിലും ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആസ് ഓഫ് നൗ UAE-ലുണ്ട്. അതാണ് ഈ കാണുന്ന മംസാർ ബീച്ചിന്റെ ഏരിയ. ഈ ഒരു ബീച്ച് ഫ്രണ്ട് ലൊക്കേഷനിൽ ഒരു പുതിയതായിട്ട് ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. അലിഫ് എന്ന് പറയുന്ന നമ്മുടെ സെമി ഗവൺമെന്റ് ഡെവലപ്പറിന്റെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. ആ പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്പേഴ്സ് ഇപ്പോൾ കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ്. നമുക്കൊരു 1 ബെഡ്റൂമിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ 850 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് 1 ബെഡിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്. മിക്കുള്ള എല്ലാ യൂണിറ്റ്സിനും കംപ്ലീറ്റ് CVO അല്ലെങ്കിൽ പാർഷ്യൽ CVO എല്ലാ യൂണിറ്റ്സിനും ഇവിടെ കൊടുക്കുന്നുണ്ട്. 860,000 dirhams ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ്. പക്ഷേ ഞാനൊരു 100,000 ബഫർ വെക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ആ ഒരു ലോവസ്റ്റ് പ്രൈസുള്ള യൂണിറ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് നമ്മളൊരു 100,000 dirhams ബഫർ വെച്ചിട്ട് 950,000 dirhams ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ 950,000 dirhams എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം 2.47 CR വരും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊജക്ടിന്റെ ഒരു പേയ്മെന്റ് പ്ലാൻ വരുന്നത് 30/70 ആണ്. അതായത് 30% നമ്മൾ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2030 ഈ പ്രൊജക്ടിന്റെ ഹാൻഡ് ഓവർ വരുന്നത്. അപ്പോൾ 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ 30% മാത്രം അടച്ചു തീർക്കേണ്ടേ ഉള്ളൂ. ബാക്കി 70% നമുക്കിവിടെ മോർഗേജ് ചെയ്യാൻ അത് ഞാൻ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനിഷ്യലി ഉള്ള 30%, ആ 30%നകത്ത് എങ്ങനെയാണ് പേയ്മെന്റ് നടക്കണമെന്ന് വെച്ചാൽ 30യുടെ 10% നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കണം. സോ 10% ആണ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നത്. 10% എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു 95,000 dirhams വരും. നാട്ടിലത്തെ ഏകദേശം 24 lakh rupees. ഇതാണ് നമ്മൾ ഇനിഷ്യലി 10% ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. ഈ 10% നമുക്ക് രണ്ട് സ്പ്ലിറ്റിൽ അടയ്ക്കാൻ പറ്റും. 5% അടയ്ക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനെക്കുറിച്ചുള്ളത്. പിന്നെ അഡ്മിൻ ഫീ, DLD ഫീ, അങ്ങനത്തെ കുറച്ച് ചാർജസ് നമുക്കിവിടെ ഏത് പ്രോപ്പർട്ടി മേടിക്കുമ്പോഴും ദുബായിൽ വരുന്നുണ്ട്. അതും നമ്മൾ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. 10% നമ്മുടെ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് 20%. 30യുടെ ബാക്കിയുള്ള 20% അത് നമുക്ക് 48 മാസം കൊണ്ട് അടച്ചു തീർക്കാം. മന്ത്ലി പേയ്മെന്റ് വരുന്നത് 3,958 dirhams. അതായത് നാട്ടിലത്തെ 1,03,175 രൂപയാണ് നമുക്ക് പെർ മന്ത് അടയ്ക്കേണ്ടി വരുന്നത് അടുത്ത 48 മാസത്തേക്ക്. അപ്പോൾ നമ്മൾ അടുത്ത 4 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നത് 190,000 dirhams ആണ്. നാട്ടിലത്തെ 49 lakhs. ഹാൻഡ് ഓവർ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒരു 70%, അതായത് 30% ഇത്ര നാളെ നമ്മൾ അടച്ചു തീർത്തത്. ഇനി ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴായിരിക്കും ബാക്കി 70% അടയ്ക്കുന്നത്. 70% എന്ന് പറയുമ്പോൾ ഏകദേശം 665,000 dirhams ആണ് നമ്മൾ അടുത്ത ഹാൻഡ് ഓവർ കഴിയുമ്പോൾ ഇത് മോർഗേജ് ചെയ്യാനായിട്ട് എടുക്കുന്ന എമൗണ്ട്. മോർഗേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വരുന്നത് വെച്ചാൽ 2,320 dirhams ആണ് നമുക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് നമുക്ക് കൂടുകയും കുറയുകയും ചെയ്യും. കാരണം നമ്മൾ മാക്സിമം 25 ഇയേഴ്സിലേക്കാണ് മോർഗേജ് എടുക്കുന്നതെങ്കിലാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. നിങ്ങളുടെ ഇൻകമും നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും നമുക്ക് മോർഗേജ് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ ഹാൻഡ് ഓവറിന് ശേഷം റെന്റ് ഔട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ. റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയും ആ ഒരു ഏരിയയിലെ ഡിമാൻഡും അനുസരിച്ച് നമുക്ക് ആവറേജ് റെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 6,458 dirhams. മന്ത് ഓൺ മന്ത് നമുക്ക് റെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ EMI നമുക്ക് വരുന്നത് 2,320 dirhams ആണ് പെർ മന്ത്. ആ ഒരു ഡിഫറൻസ്, അതായത് 4,138 dirhams ഡിഫറൻസ് നിങ്ങൾക്ക് പെർ മന്ത് ഒരു പാസീവ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ അലിഫിന്റെ ലിന